മിക്കവാറും ഇത്തരം ഒരു അഞ്ചാം മന്ത്രി എന്ന ഒരു സ്ഥാനം മിക്കവാറും ലഭിക്കുക ഒന്നുകിൽ AK അഷ്റഫിനോ അല്ലെങ്കിൽ പാറക്കൽ അബ്ദുള്ളക്കോ ആവാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചുരുക്കി പറഞ്ഞ പ്രാദേശിക വാദങ്ങളും മുതിർന്ന നേതാക്കളുടെ പ്രാതിനിധ്യവും ഇതെല്ലാം ഒത്തുതീർപ്പാക്കി ഒരു അഞ്ചാമത്തെ മന്ത്രിയെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം. UDF ഘടകകക്ഷിയിലെ ഏറ്റവും ശക്തമായ പ്രാതിനിധ്യമായ മുസ്ലിം ലീഗിന് ഇത്തവണ എത്ര മന്ത്രിമാരുണ്ടാകാം? ആരൊക്കെ ആവാനാണ് സാധ്യതകൾ? ഇത്തരം ആകാംക്ഷകൾക്കൊക്കെ നിലവിൽ ഏറെക്കുറെ വിരാമമായി എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. നിലവിലെ അവസ്ഥയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. അതിൽ 4 പേരുടെ കാര്യം ഇതിനോടകം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, അതായത് തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചർച്ച അല്ലെങ്കിൽ ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ലീഗിന്റെ 5ാം മന്ത്രി ആരാവും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള 4 മന്ത്രിമാർ ആരൊക്കെയാണ്? 5ാം മന്ത്രി ആരാവാനാണ് സാധ്യത? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. 5ാം മന്ത്രി ആരാകും എന്നതിന് മുമ്പ് ആരായിരിക്കും ആദ്യത്തെ 4 മന്ത്രിമാർ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അല്ല, ആദ്യത്തെ പേര് സ്വാഭാവികമായിട്ടും PK കുഞ്ഞാലിക്കുട്ടി എന്നത് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നേതാവ്, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും സീനിയറായ നേതാക്കന്മാരിൽ ഒരാൾ. അദ്ദേഹം തന്നെയാവും നിയമസഭാ കക്ഷി നേതാവാകുക എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, അദ്ദേഹം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് IT പോലുള്ള വകുപ്പുകൾ, വ്യവസായം പോലുള്ള വകുപ്പുകൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയിരിക്കും മന്ത്രിയായിട്ട് വരിക എന്നാണ് ഇതിനോടകം തന്നെ നമുക്കറിയാൻ കഴിഞ്ഞത്. വകുപ്പുകളിൽ കൃത്യമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഏകദേശം വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് പറയുന്നത്. രണ്ടാമത്തെ സാധ്യത KM ഷാജിക്കാണ്. വേങ്ങരയിൽ നിന്ന് വലിയ വിജയം നേടിയ ആളാണ് KM ഷാജി. മുസ്ലിം ലീഗിന് വേണ്ടി ഒരുപാട് കാലം നിയമസഭ പ്രതിനിധീകരിച്ച ആള് കൂടിയാണ് KM ഷാജി. അല്ലാത്ത രീതിയിലുള്ള ഒരു ജനപിന്തുണ അദ്ദേഹത്തിന് പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ തന്നെ പുറത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. ഇതിനു മുമ്പ് നിയമസഭയിൽ അദ്ദേഹം 2 തവണ എത്തിയിട്ടുണ്ട്. അന്നൊന്നും മന്ത്രിയായിട്ടില്ല. ഇന്ന് ഇപ്രാവശ്യം അദ്ദേഹം വരുന്നത് കഴിഞ്ഞ 2 തവണ വന്ന പോലെ ഒരു റിസ്കി മണ്ഡലത്തിൽ നിന്നല്ല, വേങ്ങര എന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പച്ചക്കോട്ടയിൽ നിന്നാണ് ഇത്തവണ KM ഷാജി വരുന്നത്. അതുകൊണ്ട് തന്നെ KM ഷാജി മുസ്ലിം ലീഗിലെ 2ാം മന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. മിക്കവാറും അദ്ദേഹത്തിനുള്ള വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ആയിരിക്കുമെന്നാണ്. മൂന്നാമത്തെ സാധ്യത ഏറനാട് MLA ആയ PK ബഷീറിനാണ്. PK ബഷീറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം, ജനപിന്തുണ എന്നത് ഊഹിക്കുന്നതിലും അപ്പുറമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളെയും ഈ മണ്ഡലത്തിൽ നിന്നും മാറ്റണമെന്നാണ് പല പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഏറനാടുകാർ PK ബഷീറിനെ മാറ്റാൻ സമ്മതിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. വ്യക്തിപരമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട MLA എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അത് PK ബഷീർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിലൂടെ വെറുതെ ഒന്ന് യാത്ര ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അക്ഷരാർത്ഥത്തിൽ ഒരു വികസന നായകൻ തന്നെയാണ് PK ബഷീർ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ വലിയ പിന്തുണ, മാത്രമല്ല സഭയിൽ 4ാം തവണയാണ് അദ്ദേഹം ഇത്തവണ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സീനിയോറിറ്റി വെച്ച് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ 3ാം മന്ത്രിയായിട്ട് വരിക PK ബഷീർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 4ാമത്തെ മന്ത്രിയായി വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്ന് മത്സരിച്ച N ഷംസുദ്ദീനാണ്. ഇതിനോടകം തന്നെ സഭയിൽ മികച്ച സാമാജികൻ എന്നൊരു സൽപ്പേര് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, മണ്ണാർക്കാട്ടെ ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. സഭയിൽ ഇത്തവണ അദ്ദേഹം തന്റെ 4ാം ഊഴമാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി 4ാം ഊഴം വഹിക്കുന്ന ഷംസുദ്ദീനെ മാറ്റി നിർത്തില്ല എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുന്നുണ്ട്. ഇനിയുള്ളതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ആരാവും 5ാം മന്ത്രി എന്നുള്ളത്. ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് 1, മലപ്പുറം ജില്ലയിൽ നിന്നും 3 മന്ത്രിമാർ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പൊ തന്നെ 4. ഇനി വേണ്ട മന്ത്രി മലപ്പുറത്തിന് പുറത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് ആവണമെന്നാണ് ഇതിനോടകം തന്നെ പാർട്ടിക്ക് ഉള്ളിൽ നിന്നുള്ള അഭിപ്രായം നമുക്ക് അറിയാൻ സാധിച്ചത്. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള സമ്മർദ്ദവും പാർട്ടിക്കുണ്ട്. വിവിധ ജില്ലകൾ ഈ ഒരു ആവശ്യവുമായി ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മലപ്പുറം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീഗിന്റെ പച്ചക്കോട്ട എന്ന് പറയുന്നത് കോഴിക്കോടാണ്.
കോഴിക്കോട് പതിവില്ലാത്ത രീതിയിൽ ഇത്തവണ മുസ്ലിം ലീഗ് 6 സീറ്റിലാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിസ്ഥാനത്തിനുള്ള എല്ലാ അർഹതയും കോഴിക്കോടിന് ഉണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാക്കളായ പാറക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ എന്നീ 2 പേരുകളാണ് നിലവിൽ പരിഗണിക്കുന്നതായി അറിയാൻ സാധിച്ചത്. കോഴിക്കോട് നിന്ന് മാത്രമല്ല കാസർഗോഡ് നിന്നും ചില ആവശ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അത് ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ്. മഞ്ചേശ്വരം MLA ആയ AKM അഷ്റഫ് ഒരു കാലത്ത് ലീഗിന്റെ കയ്യിൽ നിന്ന് പോകാൻ വരെ സാധ്യതയുണ്ടായിരുന്ന സീറ്റാണ് മഞ്ചേശ്വരം. ആ സീറ്റാണ് ഇത്തവണ AKM അഷ്റഫ് ഏകദേശം 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തന്റെ പിടുത്തം ശക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AKM അഷ്റഫിന്റെ സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതിനൊക്കെ പുറമെ മറ്റു ചില വാദങ്ങളും ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്നുള്ള കോട്ടക്കൽ നിന്നുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ തന്നെ തിരൂരിൽ നിന്നുള്ള കുർക്കോളി മൊയ്തീൻ 5ാം മന്ത്രി സ്ഥാനത്തിനായി ഇത്തരം സാധ്യതകളൊക്കെ പറയപ്പെടുന്നു. ഈ പേരുകളും സജീവമായി പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ അറിയോ, ലീഗിന്റെ 5 മന്ത്രിമാരിൽ 4 മന്ത്രിമാരും ഇങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 4 മന്ത്രിമാർ മലപ്പുറം ജില്ലയിൽ നിന്നാവും. അത് വലിയ രീതിയിലുള്ള അസന്തുലിതാവസ്ഥ പാർട്ടിക്കകത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾക്കോ കുറുക്കോളി മൊയ്തീനോ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്കവാറും ഇത്തരം ഒരു 5ാം മന്ത്രി എന്ന ഒരു സ്ഥാനം മിക്കവാറും ലഭിക്കുക ഒന്നുകിൽ AKM അഷ്റഫിനോ അല്ലെങ്കിൽ പാറക്കൽ അബ്ദുള്ളക്കോ ആവാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചുരുക്കി പറഞ്ഞ പ്രാദേശിക വാദങ്ങളും മുതിർന്ന നേതാക്കളുടെ പ്രാതിനിധ്യവും ഇതെല്ലാം ഒത്തുതീർപ്പാക്കി ഒരു 5ാമത്തെ മന്ത്രിയെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതിയിലൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന UDFന്റെ തുടർ ചർച്ചകളുടെ ഭാഗമായിട്ട് മാത്രമേ ഇത്തരമൊരു ആലോചനയും ഇത്തരമൊരു തീരുമാനവും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്നാണ് ഇതിനോടകം തന്നെ നമുക്കറിയാൻ സാധിച്ചത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ആരായിരിക്കാം ലീഗിന്റെ 5ാമത്തെ മന്ത്രി? 4 മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ആരാവും ലീഗിന്റെ 5ാമത്തെ മന്ത്രി? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.